നമസ്കാരം. ദന്തധാവനം അഞ്ജനം മുഖപ്രക്ഷാളനം ച നിത്യം കുര്യാത് എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, നമ്മുടെ ഓറൽ കാവിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെയും മോണയുടെയും മൊത്തത്തിൽ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ വളരെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പല്ല് തേപ്പൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങൾ കറക്റ്റ് എത്ര സമയം പല്ല് തേക്കാറുണ്ട്, എങ്ങനെ ചെയ്യാറുണ്ട്, മോണയ്ക്കും അല്ലെങ്കിൽ പല്ലിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുളിപ്പും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മോണരോഗങ്ങളും ഒക്കെ വരുന്നുണ്ടോ, ഇതൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഒത്തിരിയേറെ ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ സജിത ദിജി. ദിവസവും ബ്രഷ് ചെയ്യുന്നതും പലപ്പോഴും നമ്മുടെ വായിൽ ഉണ്ടാകുന്ന പ്ലേക്സുകൾ അല്ലെങ്കിൽ അവിടെ ഇവിടെ അടിഞ്ഞുകൂടിയിട്ട് പല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇത്തരം പ്ലേക്സുകളെ കളയാനായിട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ ഓറൽ ഹൈജീനായിട്ടും ഒക്കെ തന്നെ ദിനചര്യയിൽ പറയുന്ന ഒന്ന് തന്നെയാണ് ദന്തധാവനം അല്ലെങ്കിൽ പല്ല് തേപ്പ് എന്നുള്ളത്. ഇത് കഫദോഷത്തെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഫുഡ് ഡെബ്രീസിനെയൊക്കെ ഇല്ലാതാക്കാനും ബാഡ് ബ്രീത്ത് അല്ലെങ്കിൽ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഓറൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ അർക്കനിഗ്രോധ ഗതിര കരഞ്ച കക്കുബാധികം കഷായ കടു തിക്തം ച ദന്തധാവനം ആചരേത് എന്നുള്ളത് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള കയ്പ് രസമുള്ളത് അല്ലെങ്കിൽ കടുരസമുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് പല്ല് തേപ്പിന് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ നമ്മുടെ ഇനാമലിനൊന്നും പ്രശ്നം പറ്റാത്ത രീതിയിൽ സേഫായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അത്തരം ദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. ഇതിന് എപ്പോഴും ഈ ഒരു പൊടി രൂപത്തിൽ നമ്മൾ ടൂത്ത് പൗഡർ പോലെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് തയ്യാറാക്കുമ്പോൾ പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇനാമലിൻ്റെ ഹെൽത്ത് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതിൽ ആദ്യത്തേത് ത്രിഫല ചൂർണ്ണമാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നുള്ളത്. മൗത്ത് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ, വായ്പുണ്ണൊക്കെ വരാറില്ലേ, അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാനും മോണയ്ക്കൊക്കെ നല്ല ആരോഗ്യം വരാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇത്തരം വായ്പുണ്ണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ ഇത് സഹായിക്കും. പിന്നെ ബാഡ് ബ്രീത്ത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇതിനായിട്ട് ത്രിഫല ചൂർണം എടുക്കേണ്ടത് ഒരു 30 ഗ്രാമാണ്. അതുപോലെ ഖതിര ചൂർണം ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് 20 ഗ്രാം. ഇഷ്ടി മധു അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയും മലയാളത്തിൽ, അത് ഒരു 15 ഗ്രാം. അതുപോലെ 10 ഗ്രാം ഗ്രാമ്പു ലവംഗ ചൂർണം, ഗ്രാമ്പു പൊടിച്ചതുണ്ട്, അതാണ് എടുക്കേണ്ടത്. ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ ചേർന്നിട്ടുള്ളതാണ് ത്രിക്കട്ടു ചൂർണം, അത് 10 ഗ്രാം. റോക്ക് സോൾട്ട് അല്ലെങ്കിൽ സൈന്ധവ ലവണം, നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ, അതൊരു 5 ഗ്രാം. ഏലക്ക 5 ഗ്രാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് നല്ല പൊടിയാക്കുക, അരിച്ചെടുക്കുക. ഇത് ഒരു 1/2 ടീസ്പൂണ് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മൃദുവായിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്. വളരെ ഹാർഡായിട്ടുള്ളത് 2 നേരമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമലിനും പല്ലിന് തേയ്മാനം വരുത്താനും ഒക്കെയാണ് ഇത് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ടോ പതിയെ 2 നേരമായിട്ട് ഈ ഒരു മിക്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തേക്കാനായിട്ട്. വളരെ നല്ലതാണ്. ഓറൽ കാവിറ്റി ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കും. മാക്സിമം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ, 3 മിനിറ്റ് ഇല്ലെങ്കിലും 2 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പലപ്പോഴും എത്ര സമയം ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതല്ല, പെട്ടെന്ന് എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോർണറുകളിലും അല്ലെങ്കിൽ പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ബ്രഷ് എത്തുന്നു എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഗണ്ടൂഷയാണ്. എന്താണെന്ന് ഓയിൽ പുള്ളിങ് എന്നുള്ളതാണ്. അല്പം എള്ളെണ്ണയാണ് എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ എടുത്തിട്ട് വായിൽ നന്നായിട്ട് വെച്ച് അത് കുറച്ച് സമയം തന്നെ കവിൾ കൊള്ളുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്കത് പുറത്തേക്ക് തുപ്പിക്കളയാം. എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് വായ നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓറൽ ഹെൽത്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത് കാൽസ്യം, വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. പാല്, തൈര്, എള്ള്, മീന്, മുട്ട ഇതൊക്കെ കഴിക്കുന്നത് പല്ലിനും മസ്തികൾക്കും കരുത്ത് നൽകാൻ സഹായിക്കും. ഇനി അടുത്തത് മധുരമുള്ള പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മധുരം നേർത്ത് എന്ത് തന്നെ കഴിച്ചാലും ഉടനെ വായ കഴുകണം എന്നുള്ളതാണ്. ഇത് കാവിറ്റി ഒക്കെ ഉണ്ടാക്കാനും പല്ലിലൊക്കെ ദ്വാരങ്ങൾ വീഴാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ
പോലും പല്ലിൻ്റെയും മോണയുടെയും കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. പല്ലിൻ്റെ ആരോഗ്യം കേവലം വെളുത്ത് തിളങ്ങുന്ന പല്ലുകളാണെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. അത് പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റാണ്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പല്ലിൻ്റെ തന്നെ ഒരു ഇളം മഞ്ഞ കളറോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലാതെ ബ്ലീച്ച് ചെയ്തതുപോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ള കളറൊന്നും അല്ല. അപ്പം അതോർത്തിട്ട് ഉള്ളതല്ല. പക്ഷെ നമ്മുടെ ഓറൽ ക്യാവിറ്റി ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഒന്ന് നാക്ക് വടിക്കുന്നതും വളരെ അത്യാവശ്യമാണ്. പലരും ഇത് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് വളരുന്നത് ആ ഭാഗത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഈ ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നത് നിർബന്ധം തന്നെയാണ്. അത് നമ്മുടെ സ്വാദിനെ വർദ്ധിപ്പിക്കാനും ഭക്ഷണങ്ങളിലുള്ള സ്വാദിനെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. ടേസ്റ്റ് ബഡ്സിനെ എല്ലാം തന്നെ ഗുണകരമായിട്ടുള്ളതാണ്. 2 നേരം പല്ല് തേക്കുന്നതിനൊപ്പം അന്നജം ധാരാളം അടങ്ങിയ ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അന്നജത്തിന്റെ സംസ്കരിച്ച രൂപം പല്ലിന് കേടുവരുത്തും. ഈ ഉമിനീരിൽ കാണുന്ന അമിലേസ് സംസ്കരിച്ച സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി വിഘടിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ഇനി മോണരോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനോ ചുവന്ന് തടിച്ച വീർത്ത മോണകളോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ രക്തസ്രാവം വരുന്നതോ വായുനാറ്റം, മോണ ഇറങ്ങൽ, ഇളക്കമുള്ള പല്ലുകൾ ഇതെല്ലാം ഇതിൻ്റെ പ്രശ്നമാണ്. രാവിലെയും രാത്രിയും ബ്രഷിംഗ് വഴി പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണവും ബാക്ടീരിയയും നീക്കം ചെയ്യപ്പെടാം. ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവ നീക്കാതെ കിടന്നാൽ ഇത് കട്ടിയാവുകയും ക്രമേണ മോണയിൽ പഴുപ്പും വീക്കവും ഉണ്ടാകും. പിന്നീട് നമുക്ക് ബാക്ടീരിയകൾ രക്തത്തിലൂടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. വിടരുന്ന പുഞ്ചിരി കൈമോശം വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മോണരോഗങ്ങൾ തോന്നുകയാണെങ്കിൽ ഹോം റെമഡീസ് ഒന്നും ചെയ്തിരിക്കാതെ നല്ലൊരു ഡെന്റൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തിരക്കുക എന്നുള്ളതാണ്. രോഗങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ കുട്ടികളെ 10 വയസ്സ് വരെയെങ്കിലും ശരിയായ ബ്രഷിംഗ് പാരൻസ് തന്നെ ശീലിപ്പിക്കേണ്ടതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും മൃദുവായ ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം. അത് തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പുളിരസമുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പല്ല് തേക്കുന്ന രീതിയൊക്കെ തന്നെ വളരെയധികം സെൻസിറ്റീവ്, പല്ലിന് പല കേടുകളും ഒക്കെ വരുത്താറുണ്ട്. ഈ വായുനാറ്റം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള മരുന്നുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാവിലയുടെ ഇല നന്നായിട്ട് ഉണക്കി പൊടിച്ച് അരിച്ചെടുത്ത ആ പൊടിയിൽ അല്പം ഇതുപോലെയുള്ള കല്ലുപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഓറൽ ഹെൽത്ത് എന്നുള്ളത് നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല. ഭക്ഷണ കാര്യത്തിലും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ തന്നെ ആരോഗ്യം നൽകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇത് ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്തുന്നത് വഴി തന്നെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും കൂടെ നല്ലതാണ്. ഓയിൽ പുള്ളിങ്ങിൻ്റെ സമയത്തായാലും പലപ്പോഴും ഈ ഒരു എള്ളെണ്ണയല്ലാതെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോട്ടക്കലിൽ നിന്നും അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ അരിമേതാദി തൈലം വാങ്ങിക്കാൻ കിട്ടും. അതായാലും ഇതുപോലെ ഓയിൽ പുള്ളിങ് നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ഓറൽ ക്യാവിറ്റിയെ നമ്മുടെ ലൈഫ് ലോങ് ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓയിൽ പുള്ളിങ് എന്നുള്ളത്. ഓയിൽ പുള്ളിങ്ങിന് ഇത് മാത്രമല്ല ഒട്ടനേകം മറ്റ് ആരോഗ്യ ഗുണങ്ങൾ കൂടെയുണ്ട്. അതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാവുന്നതാണ്. അപ്പം ഇത്രയേറെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടതായിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.